എന്തായാലും ഞാനിങ്ങനെ കേട്ടിട്ടേ ഇങ്ങനെ ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക. അപ്പൊ ഞാൻ എന്തായാലും ഇനി ഇതധികം ഒന്നും സംസാരിക്കാണ്ട് ഞാൻ വിജിനെ കൊണ്ട് വീണ്ടും വായിപ്പിക്കാൻ പോവാ ഒരു പാട്ട്. വിജിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് വായിച്ചു തരാം. ഏതാണ് വിജിക്ക് ജയേന്ദ്ര സാർ ചെമ്പരത്തി കമ്മലിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓ ഓ ആയിക്കോട്ടെ. ശരി, ഇംപ്രൂവ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇംപ്രൂവൈസേഷൻ വെരി ഗുഡ്. ഇരിക്കട്ടെ, ഇരിക്കട്ടല്ലേ, അതിരിക്കട്ടെ. അയ്യോ 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 അയ്യോ, ഞാൻ എന്ത് പറയുന്ന ആലോചിച്ചിരിക്കുക. കാരണം അത്രയും രസമാണ് കേൾക്കാനായിട്ട്. മനോഹരമായിരുന്നു. ഇത് വിജിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണല്ലേ, ജയചന്ദ്രൻ സാറിന്റെ മാണിക്കക്കല്ല് എന്നുള്ള ഫിലിമിൽ അവസാനം അത് അടിപൊളിയായിണ്ടല്ലോ. സ്വന്താണ് ഇത്. ജയചന്ദ്രൻ സാറിന്റെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. കുട്ടിയാണ് ഇങ്ങനെ സ്വന്തം സാധനങ്ങൾ ഇടുമ്പോ അല്ലെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ഹേ അത് വായിച്ചല്ലേ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫീലാണ് ശരിക്കും. ഹേ എന്ന് പറയണ പോലെ തന്നെ ഉണ്ടായിരുന്നു വായിച്ചപ്പോ. എനിക്കിപ്പോ 2 എപ്പിസോഡ് കിട്ടിയുള്ളൂ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ഇരിക്കണേ. സത്യം പറഞ്ഞാല് എത്ര സംസാരിച്ചിട്ടും പാട്ട് കേട്ടിട്ടൊന്നും എനിക്ക് മതിയാവണില്ല. പക്ഷെ എന്നാലും വിജി ഇപ്പൊ നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. വിജി കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് ഞങ്ങൾ ശരിക്കും എന്റർടൈൻ ചെയ്തു. ഞങ്ങളെ
വിജിയുടെ പാട്ടിലൂടെ ഞങ്ങളെ വേറൊരു ലോകത്തിലേക്ക് വിജയ് എത്തിച്ചു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. വിജിക്ക് ഇപ്പൊ ഭയങ്കര തിരക്കാന്നറിയാം. അതിന്റെ ഇടയിൽ സമയം ഉണ്ടാക്കി ഡ്യുവറ്റിൽ വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ വിജി. എനിക്ക് സന്തോഷമായി എന്നെ ക്ഷണിച്ച അമൃത ടി വിയിൽ എല്ലാവർക്കും, ബാലു ചേട്ടനും ജ്യോത്സ്ന ചേച്ചിക്കും എല്ലാവർക്കും നന്ദി. ഓർക്കസ്ട്ര എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇവിടെ എല്ലാവരും അവരുടെ താങ്ക്സ് അറിയിക്കുകയാണ്. ആൽഫിനും മനോജും രാജേഷും ഒക്കെ താങ്ക്സ് ഒക്കെ. അവരൊക്കെ നല്ല മൂഡിലിരിക്കുകയാണ് വിജയായിട്ട് ഇങ്ങനെ ജാം ചെയ്തിട്ട്. എനിക്ക് നല്ല സുഖമായി. 3 മണിക്കൂർ എത്ര മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഒരുപാട് സന്തോഷമുണ്ട് വിജി വന്നേല്. എനിക്ക് പറഞ്ഞിട്ടും മതിയാവണില്ല. വിജിയുടെ ഇതൊക്കെ കേൾക്കാൻ പറ്റിയില്ല. ഒരുപാട് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഞാനത്. ഇവിടെ വരാൻ പറ്റിയത് ഭാഗ്യമായിട്ട്. അപ്പൊ എന്തായാലും പോകുന്നതിന് മുമ്പ് വിജിയുടെ ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. വിജി ഒരു സ്റ്റേജ് പെർഫോമൻസിൽ വിജി ഗായത്രി വീണയിൽ ജോൺസൺ മാഷിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പോകുന്നതിന് മുമ്പ് ആ പാട്ട്, അതായത് സ്വർണ്ണമുഖിലേ എന്നുള്ള പാട്ടിന്റെ പല്ലവി മാത്രം ഒന്ന് വായിച്ച് തരാമോ ഞങ്ങൾക്ക് വേണ്ടി? തീർച്ചയായിട്ടും. ചാനലിൽ ഉള്ളവരും പത്രമാധ്യമങ്ങളാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നെ. ഇനിയും അതുപോലെ നിങ്ങളുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോഴും ഉണ്ടാവും വിജി, എപ്പോഴും ഉണ്ടാവും. ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ് ഉണ്ട് വിജി ഡ്യുവറ്റിൽ വന്നതിനും. ഇനിയും വിജീനെ ഇങ്ങനെ ഒരുപാട് അവസരങ്ങളിൽ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു.